ജില്ലാ പ്രസിഡന്റ് ഏറെ ആദരവുള്ള സയ്യിദ് അബ്ദാ തങ്ങൾ, സയ്യിദ് താഹ ജിഫ്രി തങ്ങൾ, സയ്യിദ് താഹ ജിഫ്രി തങ്ങൾ അടക്കം മദ്രസ മാനേജ്മെന്റിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കമാൽ സാഹിബ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള ഉസ്താദുമാര്, മദ്രസ മാനേജ്മെന്റ് പ്രതിനിധികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിലാണ് നമ്മൾ ഇന്നിവിടെ സംഘടിച്ചിരിക്കുന്നത്. ഇന്ന് മദ്രസ വിദ്യാഭ്യാസം തെക്കൻ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയേറെ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. അപ്പൊ ചോദിക്കുക, എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മദ്രസകളിൽ ഉണ്ടല്ലോ, പിന്നെ എന്താണ് പ്രതിസന്ധി എന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം. അതിന് ഉത്തരം തന്നെ നമ്മുടെ ഷിഹാബ് ഉസ്താദ് ഇപ്പൊ പറഞ്ഞ അവസാനം പറഞ്ഞ വാക്കാണ്. 10ാം ക്ലാസ്സിൽ +1 +2 വരുമ്പോ 100% കുട്ടികൾ ഉണ്ടായിരുന്നത് 10%-ത്തിലേക്കും അതിലും താഴെയാക്കി നമ്മുടെ കുട്ടികൾ പോകുന്നു. ഒരിക്കലും ആ കുട്ടികളല്ല ആ പോക്കിനുള്ള കുഴപ്പം, രക്ഷകർത്താക്കൾ തന്നെയാണ്. ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് സമസ്തയുടെ എല്ലാ പോഷക ഘടകങ്ങളിലും അതിന്റെ മാറ്റങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന തന്നെ എല്ലാ കാര്യങ്ങളും ക്ലാസ് എടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു നേതൃത്വങ്ങൾക്ക് പോലും ക്ലാസ് എടുത്ത് വിട്ട് ആ ജനങ്ങളിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ചു തന്നു വിടുന്നു. അതുപോലെ ഏറ്റവും സമസ്തയുടെ കീഴ്ഘടകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്ന ഒരു സ്ഥലവും സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡാണ്. ഈ ബോർഡിന്റെ കീഴിൽ നിന്നാണ് ആർക്ക് വേണമെങ്കിലും എങ്ങോട്ടാണെങ്കിലും പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കൊടുക്കണമെങ്കിൽ വിദ്യാഭ്യാസ ബോർഡിൽ നിന്നാണ് പോകുന്നത് ഈ പൈസ. അപ്പൊ ഈ പൈസ പോകുമ്പോൾ അതെങ്ങനെ വിനിയോഗിക്കുന്നു, നമ്മളൊക്കെ തന്നെ അങ്ങോട്ട് കൊടുക്കുന്ന പൈസ തന്നെയാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതെങ്കിൽ അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള ഒരു ചോദ്യചിഹ്നമുണ്ട്. വിദ്യാഭ്യാസ ബോർഡ് പല പദ്ധതികളും ആവിഷ്കരിച്ച കൂട്ടത്തില് ഈ ലേണിംഗ് സംവിധാനം അതടക്കം ഇന്ന് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രസക്തി ആവശ്യകത കണ്ടുകൊണ്ട് തന്നെ ഈ ലേണിംഗ് സംവിധാനം പോലും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ സംവിധാനത്തിന്റെ കീഴിൽ സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് ആ വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം നേടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇതിന്റെ അവസാന പരിണിത ഫലം ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു സമയം. ഇന്ന് മതനിരാസം, എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചിട്ട് മതനിരാസം, അതായത് ദീന് വേണ്ട. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സ്ത്രീ വിളിക്കുന്നു, തിരുവനന്തപുരത്ത് നിന്നാണ് അവർ വിളിക്കുന്നത്. ഞാൻ നിങ്ങൾ ആരാണ്? അത് ഞാൻ തിരുവനന്തപുരത്തുള്ളവരാണ്. എനിക്കൊരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് അലയൻസ് ആണ്. ഇപ്പൊ ആ പയ്യൻ പറയുന്നു, എനിക്ക് ആ പെണ്ണിനെ വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, അല്ല വേണ്ട. അങ്ങനത്തെ ഒരു സംഭാഷണം ഈ പെണ്ണ് പറയാം. ഞാൻ ചോദിച്ചു, പെണ്ണ് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരുവനന്തപുരത്തുള്ളതാണ്, എന്റെ ജോലി കാനഡയിലാണ്, എന്റെ ഒരു സുഹൃത്താണ് ഈ പെൺകുട്ടി. ആ പെൺകുട്ടിയും ഈ പയ്യനും കൂടെ സ്നേഹബന്ധത്തിലായി. ആ പെൺകുട്ടി നല്ല ദീനിയായ ഒരു പെൺകുട്ടിയാണ്, നിസ്കരിക്കാൻ വരെ ഈ പയ്യനെ പഠിപ്പിച്ചു കൊടുത്താണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ എവിടെയാണ് അപ്പോൾ സംഭവിച്ചത്? ഇപ്പൊ ആ പയ്യൻ ദുബൈയിലാണ്. അവിടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ പയ്യൻ അല്ല ഇല്ലെന്ന് വരെ പറയാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് മാറിയത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാണുന്ന എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങൾ വായിച്ച്, എന്തെങ്കിലുമൊക്കെ വീഡിയോകൾ കണ്ട്, എന്തെങ്കിലുമൊക്കെ മെസ്സേജിൽ കണ്ട് അതിന്റെ പേരിൽ അവരുടെ യുക്തി കൊണ്ട് ഈ മതത്തെ അളക്കുക, ഈ ദീനിനെ അളക്കുക എന്നുള്ള ഒരു കാലത്തേക്ക് നമ്മുടെ യുവതലമുറ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു. വളരെയേറെ അപകടകരമായ കാര്യങ്ങൾ. നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ ഇപ്പോ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമുദായത്തിന് നേരെ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ അതിനേക്കാളൊക്കെ വലിയ പ്രശ്നമാണ് ഈ നമ്മുടെ യുവ തലമുറ പോകുന്ന ഒരു പോക്ക്. മയക്കുമരുന്നിനും
അതുപോലെ ഡ്രഗ്സിനൊക്കെ അടിമയായിക്കൊണ്ട് അങ്ങനെ പോകുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം അല്ല ഇല്ല എന്ന് അവരുടെ യുക്തി കൊണ്ട് ഈ ദീനിനെ ആ യുക്തിയിലേക്ക് കൊണ്ടുവരിക, അതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അതിനെ സ്ഥാപിക്കുക. അപ്പൊ എവിടെയാണ് നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് നമ്മുടെ ഈ സംഗമത്തിന്റെ പ്രസക്തി. ഈ സദർ ഉസ്താദന്മാരും ഈ മാനേജ്മെന്റ് പ്രതിനിധികളും കൂടി ചേർന്ന് ആ നിലയിലേക്ക് നമ്മുടെ കുട്ടികളെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഇന്ന് ഓരോ ജമാഅത്തിന്റെ ഫണ്ടുകള് ഒരു നല്ലൊരു മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി തന്നെയാണ് ചെലവാക്കുന്നത്. പക്ഷെ അതിന് പ്രതിഫലം പ്രയോജനം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കണം. ഞാൻ പ്രതിദാനം ചെയ്യുന്ന എന്റെ മകനിൽ ഒരു സ്കൂളുണ്ട്, CBSE സ്കൂള്. ആ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞതിന്റെ മുൻ വർഷം ഏറ്റവും ടോപ്പ് മാർക്ക് CBSE 96% മാർക്ക് വാങ്ങി ജയിച്ച ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയാണ് ഇത്തവണത്തെ +2 മദ്രസ വിദ്യാഭ്യാസത്തിന് ടോപ്പ്ലെസ് ആയില്ലെങ്കിൽ ഡിസ്റ്റിങ്ഷനിലേക്ക് വന്ന ഒരു പെൺകുട്ടി. 2 വിദ്യാഭ്യാസം ഒരേപോലെ കൊണ്ടുപോയി. ഇന്ന് ആ കുട്ടി സ്കൂളിൽ +2 പഠിക്കുന്നു, മദ്രസയിൽ +2, ഏറ്റവും ടോപ്പ് മാർക്ക് ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് ഇറങ്ങി. ആർക്കാണ് അതിന്റെ ക്രെഡിറ്റ്? അപ്പൊ നമ്മുടെ രക്ഷകർത്താക്കൾ പറയുകയാണ്, അവർക്ക് പഠിക്കാനുണ്ട്, അവർക്ക് ട്യൂഷനുണ്ട്, അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിച്ചാലും തീരത്തില്ല, അതിന് മാത്രം പഠിക്കാൻ അവരുണ്ട്. പക്ഷെ പഠിക്കേണ്ടത് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അപ്പൊ ഈ പഠിച്ച ആളിന്റെ സ്കൂളിൽ പോയാൽ അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിൽ പോയാൽ ഈ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും ഈ സ്കൂളിൽ പോകുന്നവർക്ക് ഈ മതവിദ്യാഭ്യാസം, അതായത് മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയാൽ അത് നഷ്ടപ്പെടും എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ എന്റെ മകനിലെ ഒരു പെൺകുട്ടിയുടെ കാര്യം. 2 വിദ്യാഭ്യാസം ഒരുപോലെ കൊണ്ടുപോയി ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിച്ച കുട്ടി എന്റെ മകനിലെ തന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന മകനിലെ സ്കൂളിൽ പഠിച്ച കുട്ടിയുമാണ്. അപ്പോ അവിടെയാണ് നമ്മൾ ആ കുട്ടികളെ കൈപിടിച്ച് നടത്തേണ്ട ഒരു അവസ്ഥ. ഇന്ന് വടക്കൻ കേരളത്തിലൊക്കെ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ സ്കോളർഷിപ്പ് മഹല്ലുകൾ അങ്ങോട്ട് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 25,000 രൂപ ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് വടക്കൻ കേരളത്തിൽ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നെല്ലാം നേരത്തെ ഉസ്താദന്മാര് പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ മൊബൈലിന്റെ കയ്യിലാണ്. അതിനകത്ത് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിത് പ്രയോജനപ്പെടുത്തണം. പ്രത്യേകിച്ച് ഈ സദർ ഉസ്താദന്മാരാണ് മറ്റുള്ള ഉസ്താദന്മാർക്ക് അത് കൊടുക്കേണ്ടത്. ഈ രക്ഷകർത്താക്കൾ മുഴുവനും അതായത് സ്കൂൾ ക്ലാസ് ബേസ് ഈ രക്ഷകർത്താക്കൾ മുഴുവനും നിങ്ങളുടെ ഫോണിലേക്ക്, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം. ക്ലാസ് ബേസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഇന്ന് എറണാകുളം ജില്ല തൊട്ട് വടക്കോട്ട് നടക്കുന്ന കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. എപ്പം സ്കൂൾ അവധിയാണോ, പ്രകൃതിക്ഷോഭം അതുപോലുള്ള ദുരന്ത സമയം ഒഴിച്ചാൽ എപ്പോ സ്കൂൾ അവധിയാണോ അപ്പോഴൊക്കെ മദ്രസയുണ്ട്. ഇന്ന് എന്ത് ദിവസമാണെന്നോ ഇതൊന്നും നോക്കാറില്ല. അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് വെറുതെ അല്ല, അനുഭവിച്ചറിഞ്ഞതിന്റെ പുറത്ത് പറയുന്ന വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു. അപ്പൊ തന്നെ മെസ്സേജ് രക്ഷകർത്താവിന്റെ ഫോണിലേക്ക് പോവുക, ഇന്ന് ക്ലാസ് ഉണ്ട്. രാവിലെ ആയിരിക്കും ചിലപ്പോൾ അറിയുന്നത്. നമ്മൾ ഈ ചാനലുകാരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചു മഴ കാരണമായിട്ട്. അപ്പൊ തന്നെ ആ ഉസ്താദ് ആ കുട്ടിയുടെ രക്ഷകർത്താവിന് മെസ്സേജ് കൊടുക്കുക, ഇന്ന് ക്ലാസ് ഉണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് വൈകുന്നേരമാണോ രാവിലെ വേണോ സെലക്ട് ചെയ്യാം. 2 മണിക്കൂറാണ് ക്ലാസ്. രാവിലെ ആണെങ്കിൽ 9 തൊട്ട് 11 മണി വരെ, വൈകുന്നേരമാണെങ്കിൽ 4 തൊട്ട് 6 മണി വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏത് സമയമാണെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കാരണം കുട്ടിക്ക് ചിലപ്പോൾ ട്യൂഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസൗകര്യം മാതാപിതാക്കൾക്ക് ഉണ്ടാകും. അപ്പൊ അവിടെ തന്നെ അവർക്ക് സെലക്ട് ചെയ്യാനുള്ള അവകാശം രക്ഷകർത്താവിന് കൊടുത്തിരിക്കുക. അപ്പൊ ആ ഫോണിൽ നിങ്ങളൊരു മെസ്സേജ് കൊടുത്താൽ മതി, നിങ്ങളുടെ കുട്ടി, എന്റെ കുട്ടി ഇന്ന് വൈകുന്നേരം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും, അവര് വരും, ക്ലാസ് നടക്കും, ഒരു മുടക്കവും ഇല്ല. ഇത് നമ്മുടെ റേഞ്ചുകളിലും ആലപ്പുഴ റേഞ്ചുകളിലും എനിക്ക് തോന്നുന്നു പല മദ്രസകളിലും നടപ്പാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. പല മദ്രസകളിലും നടപ്പാക്കിയിട്ടുണ്ട്. അത് ചില ഉസ്താദന്മാര് സ്വന്തം നിലക്ക് നടത്തുന്നതാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നത് മാനേജ്മെന്റിന്റെ ഒരു അഭിപ്രായം കേട്ടിട്ടോ അല്ലെങ്കിൽ സദർ ഉസ്താദന്മാർ പറഞ്ഞിട്ടോ ആയിരിക്കത്തില്ല. ചില ഉസ്താദന്മാര് ആ വിഷയത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് ചിലപ്പം ഞങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാണ്. ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ റേഞ്ചുകളിലും ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് പോയാൽ തീർച്ചയായും വിദ്യാഭ്യാസം മുടങ്ങത്തില്ല.
ഒരിക്കലും ഈ പറഞ്ഞ കണക്ക് ചിന്തിക്കണം നമ്മൾ. 1-ാം ക്ലാസ്സിൽ തൊട്ട് 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ എണ്ണവും 5 തൊട്ട് 7 വരെയുള്ളതും 7 തൊട്ട് 10 വരെ 10 തൊട്ട് 12 വരെയുള്ള ആ ക്ലാസ്സുകളിലേക്ക് വരുന്ന കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി അവിടെ നമ്മൾ കണ്ടുപിടിച്ച് മാനേജ്മെന്റിന്റെയും ഉസ്താദന്മാരുടെയും കൂടെ സഹായത്തോടും ഈ വീട്ടിൽ പോയി ഈ പഠിപ്പ് മുടക്കാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ മുടക്കിയ കുട്ടിയുടെ വീട്ടിൽ പോയി രക്ഷകർത്താക്കളുമായി സംസാരിച്ച് ഫോണിലോ നേരിട്ടോ സംസാരിച്ച് അവരെ മദ്രസയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ഈ കൂട്ടത്തിൽ നമ്മൾ നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു പരിധി വരെയൊക്കെ നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് പിന്നെ പരമാവധി ഈ അടിയും ഒന്നൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വടികളൊക്കെ വേണമെങ്കിൽ അവർ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെന്ന് കാണിക്കാം. ഒരിക്കലും അതൊരു പരിഹാരം അല്ല. സ്നേഹത്തോടെ സ്വന്തം മക്കളെ എങ്ങനെ നമ്മൾ വളർത്തുന്നോ അതേപോലെ തന്നെ ആ കുട്ടികളോട് പെരുമാറിയാൽ കുട്ടികൾക്ക് അധ്യാപകരുമായിട്ടൊരു ബന്ധം ഉണ്ടാകും. എന്തുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചില അധ്യാപകരോട് വലിയ ബന്ധങ്ങളായിരിക്കും. ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന സമയത്ത് അവർ വളരെ സന്തോഷത്തോടെ ആക്റ്റീവായിട്ട് ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പഠിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ അതിന്റെ ഒരു കാരണം ആ കുട്ടികളെ സ്വന്തം മക്കളെ പോൽ അല്ലെ ഒരുപക്ഷെ അതിനേക്കാൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അവർ ഈ രക്ഷകർത്താവിനോട് കുറെ കൂറ് കാണിക്കും, അടുപ്പം കാണിക്കും. അവർ വിട്ടു പോകത്തില്ല, അവിടുന്ന് പോകത്തില്ല, മദ്രസയിൽ നിന്ന് പോകത്തില്ല. +2 വരെ ആ മദ്രസയിൽ പഠിച്ച് +2-ന് ശേഷം ആ ഉസ്താദന്മാരുടെയും കൂടെ നിർദ്ദേശം, സ്കൂളിൽ തന്നെ ഇതേപോലെ അധ്യാപകൻ അവരുടെയും കൂടെ നിർദ്ദേശം അനുസരിച്ച് അവരടുത്ത ഡിഗ്രി തലത്തിലേക്കുള്ള ആ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കും. ആ നിലയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഈ ഉസ്താദന്മാരും പ്രത്യേകിച്ച് സദർ ഉസ്താദന്മാരും മാനേജ്മെന്റും കൂടി ശ്രമിച്ചാൽ തീർച്ചയായും വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാഹു തആല അത്തരത്തിലേക്ക് നമ്മുടെയൊക്കെ ചിന്ത വരാനും ഈ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ, ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നല്ല നിലയിലേക്ക് പോകാൻ അല്ലാഹു തആല എല്ലാവിധ അനുഗ്രഹവും ചെയ്യുമാറാകട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു നിൽക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.